നമുക്ക് ചെയ്യാനുള്ള ഈ കിണർ ഡിസൈനിങ്ങാണ് അപ്പം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ കിണറിൻ്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി വീട്ടുകാരനെ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സൈഡിലൊരു ഫില്ലറുണ്ട്, അതാണ് പൊളിച്ച് മാറ്റി ബാക്കിയുള്ള ഫില്ലറുകളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് കുറച്ച് പിടിപ്പിച്ചിട്ട് അന്നേരം നമ്മൾ ചെറിയ പിടിപ്പിച്ചിട്ട് ഷേപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഷേപ്പ് ആക്കിയതാ ഇപ്പോൾ ഈ സൈഡ് നമ്മൾ ഷേപ്പ് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഷേപ്പ് ആക്കി ഏകദേശം റൗണ്ട് മാർക്ക് നമ്മൾ വേര് മാർക്ക് നിൽക്കുന്നതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കിണറിൻ്റെ എല്ലാ സൈഡും നമ്മൾ എന്ത് ചെയ്ത് ഇതേപോലെ പിടിപ്പിച്ചിട്ട് നമ്മൾ ഷേപ്പിലാക്കിച്ച് എന്നാൽ അപ്പം നാളെ വന്നാൽ ഒറ്റയടിക്ക് ഫിനിഷിങ് ആവും. അപ്പോൾ അതിനുള്ള പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്ത് എല്ലാം പിടിപ്പിച്ചിട്ടാണ്. അപ്പം ഇനി ഒന്നും നോക്കാമില്ല, നമ്മൾ ഇതാ പിടിപ്പിച്ചിട്ടാണ് എല്ലാം എല്ലാ സൈഡും. എന്നാൽ പിന്നെ അതാ പിടിപ്പിച്ചിട്ട് കൊടുക്കണേ ആ സൈഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ കൂട്ട് രസം സ്ട്രോങ് ആയിട്ടാണ് ഇടുന്നുണ്ട്. അതായത് നമ്മൾ സാധാ തേപ്പുള്ള കൂട്ടല്ല, 4/1 പ്രകാരമാണ് നമ്മൾ ഇടുന്നുണ്ട്. സാധാരണ നമ്മൾ 5/1 ഇടൽ, ഇതിപ്പോൾ 4/1 പിടിപ്പിച്ചിടാൻ 4/1 അതിൻ്റെ മേലെ സ്ട്രോങ് അടിച്ചിട്ടാണ് 4/1 കുമ്മായി അടിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഗ്രൗട്ട് വയ്ക്കിയത് ഒരിക്കലും സ്ട്രോങ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ 4/1 കുമ്മായം കൂട്ടിയിട്ട് അത് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഉറപ്പുണ്ടാവുള്ളൂ. പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം സ്ട്രോങ്ങും വേണം. അപ്പോൾ അങ്ങനെ ഈ നമ്മളെ ഇടയ്ക്കുള്ള ഇഷ്ടികയും അവിടെ ഇഷ്ടിക ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കല്ലും അതൊക്കെ ആയിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇഷ്ടിക നമ്മൾ വിചാരിച്ച അത്ര തികഞ്ഞില്ല, അപ്പോൾ ഉള്ളതായിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പണി തുടങ്ങുന്നുണ്ട്. എന്നാൽ വേരിൻ്റെ ഷേപ്പിലാക്കുകയാണ്. ഓരോ പീസ് വെച്ച് പിടിപ്പിച്ച മാർക്കുള്ള കിണറിനെ അങ്ങനെ ആക്കി. അങ്ങനെ ഈ കിണറിൻ്റെ 2 വേരും തമ്മിൽ ജോയിൻ്റ് ആവുന്ന പാടുകൾ നമ്മൾ കറക്റ്റ് ചട്ടങ്ങൾ വലിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ 2 ആളാണ് ഈ പരിപാടിക്കുള്ളത്. അപ്പോൾ ഏകദേശം ഈ സൈഡ് ഇങ്ങനെ ഇവിടുന്ന് ഈ സ്ഥലത്ത് നമ്മൾ ചെയ്തു പോയത്. അപ്പോൾ നമ്മളിപ്പോൾ നിസാർ ഏകദേശം പണി ഒക്കെ അറിഞ്ഞ ആളാണ്. അവന് എന്താ വെച്ചാൽ സംഭവം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവൻ അടിച്ചിട്ട് പോവും, ഞാൻ വെറും ഷേപ്പാക്കിയാൽ മതി. അപ്പോൾ കുറേ പരിപാടികൾ അങ്ങനെ സ്പീഡാവും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഓൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അടിച്ചിട്ടിട്ട് വന്നിട്ട് ഓൻ തന്നെ വീഡിയോ എടുക്കല്. ഞങ്ങൾ 2 ആളെ തന്നെ ഉള്ളൂ എന്ന് ഇവിടെ. വലിയ പടിയൊന്നുമല്ലോ, അപ്പോൾ ഞങ്ങൾ 2 ആളെ തന്നെ വന്നിട്ടുള്ളൂ. അങ്ങനെ വേരിൻ്റെ ഷേപ്പാക്കി ഒരു വേരും 2 ഇതളായിട്ട് നിൽക്കണ മാതിരിക്കൊക്കെ ആക്കി. അങ്ങനെ വേരിൻ്റെ ഷേപ്പും വെട്ടിയും പാടും മാതിരിക്കൊക്കെ ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ സൈഡ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഫില്ലായി തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത സൈഡിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത സൈഡിനും ഇതേപോലെ പിടിപ്പിച്ച് തുടങ്ങുകയാണ്. കാരണം നമ്മൾ പിടിപ്പിച്ചിടുമ്പോൾ പഴയ പൊട്ടുകല്ലും ഓടിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് ഈ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ചിലവൊന്നുമില്ല നമുക്ക്. കാര്യമായിട്ട് പഴയ ഓട് അവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ആ ഓട് വെച്ചിട്ടാണ് ഈ വേരിൻ്റെ ഷേപ്പൊക്കെ നമ്മളാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് ചിലവ് ഇതിന് വരുന്നില്ല. കാരണം സിമെൻറ്റും എംസാനും തന്നെ നമുക്ക് കാര്യമായിട്ട് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലേക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇറക്കണമൊന്നുമില്ല. ആകെ 40 ഇഷ്ടിക കൊടുത്തിരുന്നു. ആ ഇഷ്ടിക മാത്രമേ നമുക്ക് ഈ കിണറിൻ്റെ പണിക്കായിട്ട് ചിലവായിട്ടുള്ളൂ. പിന്നെ 2 ദിവസത്തെ പണിക്കൂലിയും അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ നമുക്ക് ഇതിന് ചിലവ് വരുന്നുള്ളൂ. ഇത് സിമ്പിളായിട്ട് വലിയ ആർഭാടായിട്ടൊന്നും എനിക്ക് കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് ചെയ്ത കിണറാണ്. കാരണം അവർക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ മട്ടത്തിൽ ഡിസൈൻ കൂട്ടാൻ ഇതിലും ഒരുപാട് പണിയെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് സാധാരണ ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മളിതാണ് ചെയ്ത്. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ പെയിൻറ്റിങ്ങിൽ അടിപൊളിയാക്കും. അപ്പോൾ ഈ സൈഡൊക്കെ ഏകദേശം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൊമ്പ് ചില്ലൊക്കെ വെക്കാണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പിടിപ്പിച്ചിട്ട ഭാഗങ്ങളാണിത്. ഇപ്പോൾ അതിൻ്റെ അങ്ങേപ്പുറത്ത് നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് കൊമ്പും ചില്ലൊക്കെ വെക്കൽ. അപ്പോൾ അതാ ഈ സൈഡിൽ ഏകദേശം ഫുള്ളായി. ഇനിയിപ്പോൾ നമുക്ക് ആ സൈഡുണ്ട്, ആ സൈഡിൽ വെച്ച് തുടങ്ങണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഇനി കൊമ്പും ചില്ലൊക്കെ വെച്ച്, അതായത് പൊളിഞ്ഞ പാടും വേര് മുറിച്ച പാടൊക്കെ അതേ ഷേപ്പിലാക്കണം. എന്നാലേ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൗട്ട് കൊടുത്തുകൊണ്ട് സ്ട്രോങ് ആണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാണ്ട് അങ്ങനെ നമ്മൾ മരം വേര് മുറിച്ച രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിക്കാണ്ട് നമ്മൾ ഒരു ഇർക്കിലായിട്ട് നമ്മൾ വരക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ വേരിൻ്റെ നമ്മൾ മുറിച്ച പാട് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ഏകദേശം ഇതിപ്പോൾ ഈ സൈഡ് പണി ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എല്ലാ ഇതിനും ഓരോ ഇത് വരച്ച് കൊടുക്കാണ്ട്. അപ്പോൾ കൊമ്പ് ജില്ല വെക്കില്ല, അന്ന് തന്നെയാണ് കൊമ്പ് ജില്ലൊക്കെ വെക്കുന്നത്. കാരണം
ആദ്യം ഫുള്ള് ഷേപ്പാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏകദേശം എന്താണ് ഈ സൈഡിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ ഫില്ലറുമ്പോൾ ചെറിയ മോഡൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ വേര് ഇതാ ഈ സൈഡിൽ വേര് മുറിച്ച പാടുകൾ അടുത്ത കമ്പനി നമ്മൾ ആക്കുകയാണ്. അടുത്ത കമ്പനി നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ട് ഇർക്കിലായിട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടി മിനുക്കിയിട്ട് പിന്നെ ഒന്നുകൂടി ഇർക്കിൾ വലിക്കും. അപ്പോൾ അത് സെറ്റായി വരുള്ളൂ. അപ്പോൾ നമ്മളെ നിസാറിനാണ് വീഡിയോ എടുക്കുന്നുണ്ട്. വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടു തന്നെ ഉള്ളതുകൊണ്ട് അവനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഗ്രൗട്ട് വെച്ചിട്ടാണ് ചെയ്യില്ല കേട്ടോ ഈ പരിപാടി. നമ്മൾ കൊമ്പും ചില്ലിയും ഇതൊക്കെ വെക്കൽ ഗ്രൗട്ട് വെച്ച് കാണണം, ആ സ്ട്രോങ് ആണോ. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഫില്ലറിൻ്റെ ഇങ്ങേസ് കിണറിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ആളുകൾ അത്യാവശ്യം കാണുന്നതുകൊണ്ട് ഈ ഭാഗവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി കാണാത്തൊരു സൈഡുണ്ട്, അത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് കണ്ണെത്തൂല ആരെയും. ഇപ്പോൾ കിണർ കാണുമ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കാണുന്ന ഇതാണ് ഇങ്ങനെ. ഇനി അങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആരും കാണും, വേറൊരു മതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സൈഡിൽ നമ്മൾ ചെറിയ മട്ടത്തിലാക്കിയിട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. കാരണം ഇഷ്ടികൊന്നും വെച്ചിട്ടില്ല, സാധാ കുമ്മായം വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ കൊമ്പും ചില്ലയൊക്കെ വരക്കുകയാണ്. കൊമ്പ് നമ്മൾ മുറിച്ചൊരു കൊമ്പിൻ്റെ ചില്ലമാർക്ക് ചെയ്ത് അത് നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ട് അതിൽ വരച്ചുണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് ശരിക്കും മരത്തിൻ്റെ ഷേപ്പിലേക്ക് വരുള്ളൂ. മുറിച്ച പാടെന്നുള്ള രീതിയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ പിന്നെ എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി തൊലി പൊളിഞ്ഞ മാരിക്കും അതേപോലെ നമ്മളെ സാധാ മരത്തിൻ്റെ തന്നെ ഉണ്ടാകുന്ന കൊമ്പുമാരിക്കുള്ള സംഭവങ്ങളൊക്കെ ഇതിമേ ചെയ്തൊക്കെ ഉണ്ട്. അപ്പോഴേ നമുക്കിത് ശരിക്കും കറക്റ്റ് എന്ത് ചെയ്യുള്ളൂ, മരത്തിൻ്റെ കൂട്ടിൽ വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ സൈഡിലിപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കഴിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫില്ലറുകൾ സെറ്റാക്കാണ്ട് ഫില്ലറിൻ്റെ ചെറിയ മോഡൽ എന്തെങ്കിലും ചെയ്യണം. ഈ ഫില്ലറൊന്നും ചെയ്തിട്ടില്ല. ആ ഫില്ലർ ഇനിയിപ്പോൾ ഇതിനോട് സമയത്ത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ കിണറിൻ്റെ ഇപ്പോൾ ഏകദേശം 3 സൈഡ് നമുക്ക് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഈ കിണറുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഫില്ലറുമ്മിൽ നമ്മൾ ചെറിയൊരു കരിങ്കല്ല് വെച്ച മാതിരിക്കുള്ളൊരു കെട്ടാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പടവൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പടവ് അതാ ആ കാണുന്ന സ്റ്റെപ്പ് അവിടെ കെട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒറ്റയടിക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞെട്ടി പോകും. അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെയുള്ള ചെറിയ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ ഫില്ലർ എന്ത് ചെയ്ത് കരിങ്കല്ല് കെട്ട് മരക്കാക്കി. എന്തായാലും കെട്ട് അതുപോലെ ഈ ഹോൾസിൽ ഓല് ചെടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫില്ലറിൻ്റെ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും നോക്കില്ല, അതൊരു ചെറിയ മോഡലാക്കി ഇട്ടെടുത്ത്. അങ്ങനെ അതാണ് ഈ കെട്ട് നമ്മൾ കെട്ടിക്കാണ്ട് തേക്കാനുള്ള പരിപാടി ഉണ്ട്. ഇത് അന്ന് തന്നെ കെട്ട് ആ ടൈമിൽ തന്നെ ഈ പടവും ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ പടുത്ത് ഏതാനും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഇതാണ് ഒരൊറ്റ സ്റ്റെപ്പ് ആളുകൾക്ക് ഒന്ന് ഇറങ്ങാനുള്ള ഇതിൽ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അതാണ് ഒരു സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെ ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫുള്ളായിരിക്കും കിണറുണ്ട്. ഇനിയിപ്പോൾ അവിടെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്, അതും കൂടി ചെയ്യണം. ചെയ്താലേ അപ്പോൾ നമുക്ക് ഈ കിണറിൻ്റെ ഫുള്ള് പണി കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ തേക്കാൻ തുടങ്ങണം. ഈ കെട്ടിയ പടവ് അതും കൂടി തേച്ച് ഫിനിഷാക്കണം. അപ്പോൾ ആ തേച്ച് ഫിനിഷാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ നിസാറ് എന്താ ചെയ്ത് അടിച്ചിട്ട് ഞാനത് ഒരു സൈഡിൽ നിന്ന് നന്നാക്കി പോരാൻ തുടങ്ങി. അപ്പം ഒറ്റപ്പരി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു മോഡൽ വെക്കാനുള്ള പരിപാടി. കാരണം ഇവിടെ നമ്മളെ പുല്ല് വിരിക്കും. ഈ കിണറിൻ്റെ സൈഡിൽ ചെറിയൊരു ഭാഗം ഈ കെട്ടിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കുറച്ച് ചെടികളും മറ്റ് പുല്ലുകളൊക്കെ വിരിക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ സൈഡ് ക്ലിയർ ആക്കി തേച്ചു, മറ്റേ സൈഡ് പിന്നെ ഏകദേശം മണ്ണിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അത് വല്ല ക്ലിയർ ആക്കണമെന്നില്ല. അങ്ങനെ ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യും, കല്ല് വെച്ചാൽ മാതിരിക്കുള്ള തേപ്പ് തേച്ച്. കാരണം സിമ്പിളായിട്ട് കാണാനൊരു ഭംഗി ആയിക്കോട്ടെ. കിണറിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഡിസൈൻ ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഈ പടവും കൂടി നമ്മൾ ഇപ്പോൾ അടുത്തതും കൂടി നമ്മൾ തേക്കുമ്പോൾ ചെറിയൊരു മോഡലിങ് ഒന്നുമില്ല, സിമ്പിൾ 2 കല്ല് വെച്ച് പുറത്തെ മയക്കുള്ള ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം പകുതി ആയിരിക്കണം നമ്മൾ ഇപ്പോൾ കല്ല് വെട്ടി തേച്ചുണ്ടാക്കണത്. അപ്പോൾ ഇനി അവിടുന്ന് കുറച്ചും കൂടി ചെയ്താൽ നമ്മളെ ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിസാറാണ് വീഡിയോ എടുക്കേണ്ടത്. അങ്ങനെ ഏകദേശം അതവിടെ ഫില്ലായി തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഭാഗങ്ങൾ നമുക്ക് ബാലൻസ് ഉള്ളൂ. അതുകൊണ്ട് ചെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ മണ്ണ് നിരത്താനൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ.
അത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ നമ്മൾ പണി നിർത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതാ നമ്മൾ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. കിണറിൻ്റെ പണികളും ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കിണറുമ്പോഴും കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പണി ഫില്ലാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിവിടെ കൂടി നിന്നുണ്ട്. ഇപ്പോൾ കിണറിൽ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഞാൻ 3 ഫില്ലർ ഉണ്ടായിരുന്നു. ആ 3 ഫില്ലർ നമ്മൾ കരിങ്കല്ല് രൂപത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ ഈ ഒറ്റക്കല്ല് വെച്ചത് ഏകദേശം ഫുള്ള് തേച്ച് കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള കാഴ്ചയാണിത്. ഫില്ലർ നമ്മൾ 3 ഫില്ലർ ഉണ്ട്. 3 ഫില്ലർ നമ്മൾ കരിങ്കല്ല് കെട്ടുമാതിരി തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ആളുകൾ ചോദിക്കലുണ്ട് ഈ കിണറിനൊക്കെ എത്ര ദിവസം പണി വരുമെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഇത് 9 ചുറ്റിൻ്റെ കിണറായതുകൊണ്ട് 2 ദിവസത്തെ പണി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിനോട് കൂടുതൽ ആഡംബരമാക്കുമ്പോൾ ദിവസം കൂടും. ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2-2.5 ദിവസത്തെ പണി അതിന് വരുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഏകദേശം തേപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണേണ്ട മതിലുകളൊക്കെ ഈ കൂട്ടത്തിൽ തേച്ചതാണ്. നമ്മൾ ഈ മതിൽ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കിണർ ഡിസൈൻ ചെയ്യുന്നത്.